സ്വാഗതം. അങ്കത്തട്ടിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് പോകുന്നു. അങ്കത്തട്ടിനെ കൂടുതൽ മനോഹരമാക്കുന്നത് നേതാക്കളുടെ പ്രസ്താവനകളാണ്. എന്തായാലും വാദപ്രതിവാദങ്ങളും മറ്റും മൂർച്ഛിക്കുമ്പോൾ കൂടുതൽ നേതാക്കൾ പ്രസ്താവന യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നു. ഇതൊക്കെ അങ്കത്തട്ടിനെ കൂടുതൽ മനോഹരമാക്കുന്നു. നമുക്ക് നോക്കാം. അങ്കത്തട്ടിലേക്ക് സ്വാഗതം. പ്രധാന സംഭവവികാസങ്ങളിലേക്കാണ് പോകുന്നത്. ആദ്യം വോട്ട് ചിത്രം. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അവിടെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്. UDF ഉം BJP യും തമ്മിലാണ് അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പരസ്യ ഏറ്റുമുട്ടലിൽ അനിൽ ആന്റണി കോഴ വാങ്ങിയെന്ന ആരോപണം സ്ഥിരീകരിച്ച് അങ്ങനെ PJ കുര്യൻ രംഗത്തെത്തുന്നു. കുര്യൻ രാഷ്ട്രീയ ചതിയനെന്ന് അനിൽ ആന്റണി വിശേഷിപ്പിക്കുന്നു. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിനായി പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണി കോഴ വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ചത് ദല്ലാൽ നന്ദകുമാർ ആയിരുന്നു. നന്ദകുമാറിനെ 12 വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടിരുന്നതായും നന്ദകുമാർ തന്നെ സമീപിച്ച സമയത്തെല്ലാം ഒഴിവാക്കി വിടുകയായിരുന്നുവെന്നും അനിൽ ആന്റണി പറയുന്നു. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച പ്രശ്നപരിഹാരത്തിനായി നന്ദകുമാർ തന്നെ സമീപിച്ചുവെന്ന PJ കുര്യന്റെ വെളിപ്പെടുത്തലാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടത്. നന്ദകുമാർ ഒരിക്കൽ എന്നെ സമീപിച്ച് അനിൽ ആന്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായി. അത് കിട്ടിയില്ല, അത് ചോദിച്ചിട്ട് തന്നില്ല. അതിനകത്ത് ഞാനൊന്ന് പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു. അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസ കൊടുക്കണമെന്ന് അത് എൻ്റെ ഓർമ്മ എനിക്കതിനകത്ത് അത് അനിൽ ആന്റണിയോടാണോ പറഞ്ഞത് ആന്റണി സാറിനോടാണോ പറഞ്ഞതെന്ന് അതെനിക്ക് ഓർമ്മയില്ല. എന്തായാലും രണ്ടിലുള്ള ഒരാളോട് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. PJ കുര്യന്റെ വെളിപ്പെടുത്തലിന് മറുപടിയുമായി അനിൽ ആന്റണി രംഗത്തെത്തി. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് വേണ്ടി PJ കുര്യൻ നന്ദകുമാർ അവിശുദ്ധ കൂട്ടുകെട്ട് പ്രവർത്തിക്കുന്നുവെന്ന് അനിൽ ആന്റണി പറയുന്നു. ഇതെല്ലാം കുര്യൻ സാറിന്റെ ബുദ്ധിയാണ്. നന്ദകുമാറിനെ 2013 കഴിഞ്ഞ് കണ്ടിട്ടില്ല. പിന്നെ ഇങ്ങനെയാണ് 5 വർഷം കഴിഞ്ഞ് നടക്കുന്നത്. 2012-ലും 2013-ലും ഞാൻ ആകെപ്പാടെ കണ്ടിട്ടുള്ള ചില അവസരങ്ങൾ PJ കുര്യൻ വഴിയാണ്. ഇന്ന് ഞാനിവിടെ വിജയിക്കുമെന്ന് കണ്ടത് കാരണം ഈ തട്ടിപ്പുകാരനായ ആന്റോ ആന്റണി, ഈ രാജ്യത്തെ തന്നെ ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ച ശ്രീ ആന്റോ ആന്റണി, അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീ PJ കുര്യൻ, ശ്രീ കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയെയും ശ്രീ AK ആന്റണിയെയും ഒരിക്കലും ചതിച്ച, ഇന്നലെ ശ്രീ AK ആന്റണിയെ ഒരിക്കലും കൂടെ ചതിക്കാൻ ശ്രമിച്ച PJ കുര്യനും കൂടെ ചേർന്ന് സഹകരണ ബാങ്കുകളിൽ നിന്ന് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ സഹോദരൻ കോടികൾ തട്ടിയെടുത്തുവെന്ന ആരോപണവും അനിൽ ആന്റണി ഉന്നയിച്ചു. മേലിക്കാവ് ബാങ്കിൽ ആന്റോ ആന്റണിയുടെ സഹോദരൻ 12 കോടിയാണ് 69 പേരുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്ത് തട്ടിപ്പ് നടത്തി. അദ്ദേഹം 12 കോടി ആ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട്. വിവാദ വിഷയങ്ങളിൽ കരുതലോടെ പ്രതികരിക്കാനാണ് നേതാക്കളുടെ നീക്കം. പുതിയ വിവാദങ്ങൾ LDF ക്യാമ്പുകൾ നന്നായി ഉപയോഗിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. അങ്ങനെ ആന്റോ ആന്റണിയും അനിൽ ആന്റണിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അനിൽ ആന്റണിയുടെ ഗൂഢാലോചന ആരോപണം തള്ളിക്കളയുന്നു UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി. ജീവിതത്തിൽ ഇന്നുവരെ ദല്ലാൽ നന്ദകുമാറിനെ കണ്ടിട്ടില്ലെന്നും അനിൽ ആന്റണി വിവരദോഷം പറയുകയാണെന്നും ആന്റോ ആന്റണി പറഞ്ഞു. സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അന്വേഷിക്കട്ടെ എന്നും അദ്ദേഹം പറയുന്നു. എനിക്കെന്തായാലും ഈ ഗൂഢാലോചനയെ അറിയില്ല. ഈ ആരോപണം ഉന്നയിച്ച ആളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ജീവിതത്തിൽ ഒന്നും അറിയാൻ അദ്ദേഹത്തെ അറിയേയില്ല, സംസാരിച്ചിട്ടില്ല. പിന്നെ ഓരോ വിവാദങ്ങളിൽ പെടുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ആരുടെയെങ്കിലും പേര് ചാരി രക്ഷപ്പെടുന്ന ശ്രമങ്ങളെന്നുള്ളതല്ലാതെ ഞാൻ ഇദ്ദേഹത്തിന് മറുപടി പറയാമെന്ന് ആഗ്രഹിക്കുന്നത്. ഇത്ര വിവരദോഷം പറയുന്ന ഒരു വ്യക്തിക്ക് മറുപടി പറയാൻ വേറെ ജോലിയൊന്നുമില്ല. എനിക്കതിനൊന്നും മറുപടി പറയാൻ നേരം. എനിക്കെതിരെ എൻ്റെ അഫിഡവിറ്റ് അവിടെ ഉണ്ട്. എനിക്കെതിരെ 4 സമരത്തിൽ പങ്കെടുത്തതിൻ്റെ കേസ് മാത്രമാണ്. എനിക്കെതിരെ ഒരു കേസുമില്ല, ഒരു ആരോപണമില്ല. ഉണ്ടെങ്കിൽ ഇവരല്ലേ 10 വർഷം കേന്ദ്രം ഭരിക്കുന്നത്, ഇവരല്ലേ ഇവിടെ 7.5 വർഷം ഭരിക്കുന്നത്. ഇവർ നടപടി എടുക്കട്ടെ, കേസെടുക്കട്ടെ, അന്വേഷിക്കട്ടെ. കേന്ദ്രം ഭരിക്കുന്ന 10 വർഷമായിട്ട് ഈ അനിൽ ആന്റണിയുടെ പാർട്ടി എൻ്റെ പേര് കേസുണ്ട്. പിന്നെ വെറുതെ പണി നോക്കും. ദേവരുന്നു വീണ്ടും PJ കുര്യൻ. അനിൽ ആന്റണി BJP യിൽ ചെന്നപ്പോൾ BJP-യെ സുഖിപ്പിക്കാൻ അഭിപ്രായം മാറ്റി പറയുകയാണെന്നാണ് PJ കുര്യൻ മുതിർന്ന നേതാവ് പറയുന്നത്. ഇന്ത്യ മുന്നണി ജയിക്കുമ്പോൾ BJP-ക്ക് അധികാരം നഷ്ടപ്പെടുമെന്നും അനിൽ ആന്റണി കോൺഗ്രസിൽ തിരിച്ചെത്തുമെന്നും PJ കുര്യൻ പറയുകയാണ്. അതിപ്പോൾ അനിൽ ആന്റണിയുടെ അഭിപ്രായം BJP ചെന്നപ്പോൾ അദ്ദേഹം BJP ചെന്നപ്പം BJP-ക്കാരെ സൂചിപ്പിക്കാൻ അഭിപ്രായം മാറ്റി പറഞ്ഞു. അതാണ് അനിൽ ആന്റണിയുടെ ബേസിക്കായ പ്രശ്നം. അതാണ് അദ്ദേഹം കോൺഗ്രസിലിരുന്നപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ
IT വിദഗ്ധനായി വർക്ക് ചെയ്ത ആളാണ്. അന്നേരം ഈ അഭിപ്രായമുണ്ട് അദ്ദേഹം എന്തിനാണ് പ്രവർത്തിച്ചത്. BJP ചെന്നപ്പോൾ BJPക്കാരെ സൂചിപ്പിക്കാൻ അഭിപ്രായം മാറി പറയുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല. ഇന്ത്യ മുന്നണി ജയിക്കും. ഇന്ത്യ മുന്നണി ജയിക്കുമ്പോൾ BJP അധികാരം നഷ്ടപ്പെടും. അന്നേരം അനിൽ ആന്റണി തീർച്ചയായും തിരിച്ചു വരും. കാര്യം അനിൽ ആന്റണിയുടെ സ്വഭാവമാണല്ലോ. ഈ ബിനോയ് വിശ്വം ഇങ്ങനെയൊക്കെ പറയുമോ എന്ന് നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. അദ്ദേഹം അനിൽ ആന്റണിയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: കേരള രാഷ്ട്രീയത്തിലെ ഗതികെട്ട തമാശ. കേരള രാഷ്ട്രീയത്തിലെ ഗതികെട്ട തമാശ. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളാണ്. ആ തമാശയോർത്ത് AK ആന്റണിക്കുള്ള ദുഃഖം എന്താണെന്ന് കണ്ടതാണെന്നും ബിനോയ് വിശ്വം പറയുന്നു. അനിൽ ആന്റണിയൊക്കെ രാഷ്ട്രീയത്തിലെ ഗതികെട്ട തമാശകളാണ്. തമാശയാണ്, വെറും തമാശയല്ല, ഗതികെട്ട തമാശകളാണ്. ആ തമാശയെ ഓർത്ത് AK ആന്റണിക്കുള്ള ദുഃഖം എന്താണെന്നും നമ്മൾ ഇന്നലെ കണ്ടു. ഇനിയും ചിലപ്പോൾ കണ്ടേക്കാം. നന്ദകുമാറിന്റെ ആരോപണത്തെക്കുറിച്ച് ഉമാ തോമസ് പറയുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനെക്കുറിച്ചൊന്നും അറിവില്ല, ഈ പറഞ്ഞതിൽ യാതൊരു വാസ്തവുമില്ല എന്നാണ് അവർ പറയുന്നത്. അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു. PT തോമസ് ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. വീട്ടിൽ ഇത്തരം രാഷ്ട്രീയ ചർച്ചകളൊന്നും നടത്താറില്ലായിരുന്നെന്നും ഉമ പറയുന്നു. ആ പറയുന്നതിൽ വാസ്തവമൊന്നുമില്ല. ഈ നന്ദപ്പനെ ഞങ്ങൾ വിളിച്ചിരുന്നത്. അപ്പൊ നന്ദപ്പന് ഇപ്പം ഇങ്ങനെ ഒരു ആരോപണം പറയുമ്പോൾ ഇതിൽ എനിക്ക് ഒരറിവുമില്ല. പിന്നെ ഇതൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതാത് സമയങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്തായാലും എനിക്ക് ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഒരു അറിവുമില്ല. PT തോമസ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങള് രാഷ്ട്രീയമായിട്ടുള്ള ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞിരുന്നേനെ എന്നാണ് എനിക്കും തോന്നുന്നത്. പ്രചാരണ രംഗത്ത് വാദപ്രതിവാദങ്ങൾ, ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ മാത്രമല്ല പരിഹാസങ്ങളുമുണ്ട്. ഗണേഷ് കുമാറിനെ പരിഹസിച്ച RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ രംഗത്ത് വന്നതാണ് ശ്രദ്ധേയമായത്. കിടപ്പുമുറിയിൽ നിന്നും ഗണേഷ് കുമാറിന്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറിയതിൽ സന്തോഷം. പൈതൃകം വ്യതിചലിച്ച് താൻ പോയിട്ടില്ല. ഗണേഷ് കുമാറിന്റെ കഥകൾ പറഞ്ഞാൽ ചാനൽ പൊളിച്ചാലും പോകില്ല. NK പ്രേമചന്ദ്രൻ MPയുടെ പൂജാമുറിയിൽ മോദിയുടെ ചിത്രം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം ചവറയിൽ ഗണേഷ് കുമാർ പറഞ്ഞതിന് എതിരെയായിരുന്നു ഷിബു ജോണിന്റെ ഇത്തരത്തിലുള്ള പരിഹാസം. ഗണേശിൻ്റെ സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണ്. ഗണേശ് ഇപ്പുറത്ത് നിന്നപ്പോൾ ഞങ്ങൾ കേട്ട കഥകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ വിളിച്ചു പറയാൻ പോയി കഴിഞ്ഞാൽ നനച്ചാലും കുളിച്ചാലും തീരത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് പറയുന്നില്ല. കിടപ്പുമുറിയിൽ നിന്ന് ഗണേശൻ്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ഒത്തിരി കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകും. ഗണേശനും ആ നിലയിലേക്കുള്ള ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത്. വ്യതിചലിച്ച് ഞാൻ പോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസവും. നിങ്ങളും കാണുന്നത് എങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ആരാണ് മതം പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ? എന്തായാലും CPM-ഉം മുഖ്യമന്ത്രിയും ഓരോ വേദിയിലും മതം മാത്രം പറയുന്ന തരത്തിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണെന്ന് BJP സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതി പറയുന്നു. ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി മതത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. കേരളത്തിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുമ്പോൾ പൗരസ്വാതന്ത്ര്യത്തെപ്പറ്റിയൊക്കെ പറയുന്ന ആചാരരാകുന്ന CPM-ഉം മുഖ്യമന്ത്രിയും ഓരോ വേദിയിലും മതം മാത്രം പറയുന്ന തരത്തിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ്. അവർക്ക് നേട്ടങ്ങളെപ്പറ്റി, വികസനങ്ങളെപ്പറ്റി, ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള തൻ്റെ ഇടമില്ല. അവശ്യ സാധനങ്ങൾ കേരളത്തിൽ കിട്ടാനില്ല. സപ്ലൈക്ക് അടക്കമുള്ളതിൻ്റെ ഗോഡൗണുകളും ഷോറൂമുകളും കാലിയായിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാനാണ് മുഖ്യമന്ത്രി മതത്തെ കൂട്ടുപിടിക്കുന്നത്. അത് കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിയണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. എന്തായാലും തെരഞ്ഞെടുപ്പും മതവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യവുമാണ്. അടുത്തൊരു റിപ്പോർട്ടിലേക്ക് പോകാം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അതിഥി തൊഴിലാളികൾ കേരളത്തിൽ നിന്ന് കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങി തുടങ്ങിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിനോടൊപ്പം പെരുന്നാൾ കൂടി എത്തിയതോടെ പലരും നേരത്തെ തന്നെ ടിക്കറ്റ് തരപ്പെടുത്തി നാട്ടിലേക്ക് വണ്ടി കയറി. ഏറ്റവും വലിയ പ്രശ്നം പെരുമ്പാവൂരാണ്. മരപ്പണി വ്യവസായ മേഖല ഇതോടെ സ്തംഭിച്ചു.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികളുള്ളത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ മേഖലയിലാണ്. മരത്തടി വ്യവസായ മേഖലയിൽ നിന്ന് മാത്രം നിത്യവും ആയിരക്കണക്കിന് ആളുകളാണ് സ്വന്തം നാട്ടിലേക്ക് വണ്ടി കയറുന്നത്. പൊതു തെരഞ്ഞെടുപ്പാണ് ഒരു പ്രധാന കാരണം. അസം, ബംഗാൾ, ഒഡീഷ, ബീഹാർ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ. मेरा गांव आसाम में है, जुरिया, गुवाहाटी जुरिया. इधर पेरम्बोर में काम करता है, पुण्यश्री में. मेरा फैमिली है इधर, फैमिली लेके आया. अभी वो इलेक्शन का प्रॉब्लम बोल रहा है, पूरा आदमी जाता है, जाके इलेक्शन करेगा, बाद में फिर आएगा. मैं पेम्बाबू में केरला में इतना साल 6-7 साल काम किया. अभी इलेक्शन के लिए घर जा रहा हूँ. इलेक्शन का बाद फिर आऊंगी. പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള വിഷയങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് നാട്ടിലേക്ക് പോകുന്ന പതിവില്ലാത്തവർ പോലും ഇക്കുറി വണ്ടി കയറിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദവും വോട്ട് ചെയ്തില്ലെങ്കിൽ പൗരത്വം നഷ്ടപ്പെടുമെന്ന പ്രചരണവും വരെ തൊഴിലാളികളുടെ കൂട്ടമടക്കത്തിന് കാരണമാണ്. അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് പോകുന്നതോടെ തൊഴിൽ മേഖലയും സ്തംഭിക്കും. മുഴുവൻ സമയവും പ്രവർത്തിച്ചിരുന്ന പെരുമ്പാവൂർ തടി വ്യവസായ മേഖലയിലെ വ്യവസായശാലകൾ പ്രവർത്തനം നിർത്തിയെന്ന് സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി റിയാസ് പറഞ്ഞു. വോട്ട് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇവരെല്ലാവരും കംപ്ലീറ്റ് ആളുകൾ അവരുടെ നാട്ടിലേക്ക് പോകും. പ്രത്യേകിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ഈദും കൂടിയായിട്ടാണ്. അപ്പോൾ കുറച്ചുകൂടി അധികം പേര് ഇവിടുന്ന് ഓൾറെഡി പോയിരിക്കുകയാണ്. ബഹുഭൂരിഭാഗം കമ്പനികളിലും വർക്കുകൾ ഇപ്പോൾ ഓൾറെഡി നിന്നിരിക്കുകയാണ്. അപ്പം നിർമ്മാണ മേഖലകളാണെങ്കിലും ഞങ്ങളുടെ പ്ലൈവുഡ് നിർമ്മാണ മേഖലയാണെങ്കിലും ഒരു വലിയൊരു പ്രതിസന്ധി എന്തായാലും നേരിടുക തന്നെ ചെയ്യും. നിർമ്മാണ മേഖലയിലും പകുതിയോളം ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. കൂടാതെ അരിമില്ലുകൾ, ഹോട്ടലുകൾ എന്നിവയിലെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. ഈ സ്ഥാനാർത്ഥികൾക്ക് പിന്നാലെ പോകാം, അവരുടെ വാഹനത്തിന് പിന്നാലെ പോകാം. കേരളത്തിലെ ഒരു പ്രത്യേകതയാണ്, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഇങ്ങനെ പരസ്പരം ആരോപിക്കപ്പെടും. BJP CPM കൂട്ടുകെട്ട്, CPM കോൺഗ്രസ് കൂട്ടുകെട്ട്, കോൺഗ്രസ് BJP കൂട്ടുകെട്ട്, അങ്ങനെ പല വിധത്തിലുള്ള കൂട്ടുകെട്ട് ആക്ഷേപങ്ങളാണ് നിറയുന്നത്. കേരളത്തിലേത് LDFും UDFും തമ്മിലുള്ള ഫിക്സ് മാച്ച് രാഷ്ട്രീയമാണെന്നാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നെന്നും അവരുടെ പ്രശ്നങ്ങൾക്ക് ഇതുവരെ ആരും പരിഹാരം കണ്ടെത്തി കൊടുത്തിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. വികസന പുരോഗതിയാണ് NDA മുന്നോട്ട് വെക്കുന്ന പ്രധാന പ്രചാരണ വിഷയമെന്നും രാജീവ് ചന്ദ്രശേഖർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക, എങ്ങനെയൊക്കെയാണ് വിജയപ്രതീക്ഷകൾ? അല്ല, എനിക്ക് അങ്ങനെ ഞാൻ വിജയത്തിനെ പറ്റിയല്ല ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് ഇവിടെ 15 കൊല്ലമായിട്ട് അവരുടെ പ്രശ്നങ്ങളും അവരുടെ വിഷമങ്ങളുടെ ഒരു പരിഹാരം ആരും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആവാൻ പോകുന്നത്. ജനങ്ങൾക്കൊരു മാറ്റം വേണം. തിരുവനന്തപുരത്ത് ഒരു പുരോഗതിയും വികസനം കൊണ്ടുവരണം. ഒരു മാറ്റം വേണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാം. തിരുവനന്തപുരം മണ്ഡലത്തിലെ NDA മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന പ്രചരണ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറയുന്നത് 4 മാർച്ച് മുതൽ ഇന്ന് വരെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 15 കൊല്ലം വികസനം, പുരോഗതി, തൊഴിൽ, ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ ഇന്ത്യയിൽ വന്ന മാതിരി ഇവിടെ വന്നിട്ടില്ല. ഇവിടുത്തെ രാഷ്ട്രീയം ഒരു കോൺഗ്രസും LDFിൻ്റെ ഒരു ഫിക്സ് മാച്ച് മാതിരി രാഷ്ട്രീയമാണ്. അവർ ഇലക്ഷൻ വരുമ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞ് ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ചെയ്യുന്നൊരു രാഷ്ട്രീയമാണ്. ഞാൻ 4 മുതൽ ഇന്ന് വരെ പറയുന്നത് നമ്മുടെ കുട്ടികൾക്കും തിരുവനന്തപുരത്തെ കുട്ടികൾക്കും തിരുവനന്തപുരത്തെ എല്ലാ ജനങ്ങൾക്കും പുരോഗതിയും വികസനത്തിൻ്റെ ഒരു അവകാശമുണ്ട്. അത് കൊണ്ടുവരാൻ ആ പുരോഗതിയും വികസനവും കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമുണ്ട്, കഴിവുണ്ട്. നരേന്ദ്രമോദിജീൻ്റെ ഒരു മന്ത്രിയായാൽ അതെല്ലാം ഇവിടെ കൊണ്ടുവരും. ഇവിടെ ആ മാറ്റമാണ് വേണ്ടത്. ആ മാറ്റം ഞാൻ ചെയ്യും.
കൊണ്ടുവരുമെന്നാണ് ഞാൻ പറയുന്നത്. വിജയിച്ചു കഴിഞ്ഞാലും മണ്ഡലത്തിൽ പ്രധാനമായിട്ടും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ അത് ഒരു 16-ാം തീയതി 17-ാം തീയതി ഞങ്ങളൊരു നല്ലൊരു മാനിഫെസ്റ്റോ, ഒരു വിഷൻ ഡോക്യുമെന്റ് അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്താണ് കാര്യം ഞാൻ പറഞ്ഞില്ല. 4-ാം തീയതി മുതൽ ഇന്ന് വരെ, 4-ാം തീയതി മാർച്ച് വരെ ഇന്ന് വരെ ഞാൻ പറഞ്ഞത് ഇനി കാര്യം നടക്കും. അപ്പോൾ അത് എന്താണ് കാര്യം ഇവിടെ നടത്താൻ പോകുന്നത്, അതൊരു 17-ാം തീയതി ഏപ്രിൽ വരെ ഞങ്ങളൊരു വിഷൻ ഡോക്യുമെന്റ് റിലീസ് ചെയ്യും. പൊതുവെ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഒരു മടുത്തു. ഈ 15 കൊല്ലം സ്ലോഗൻസും വാഗ്ദാനവും എല്ലാം കേട്ട് ഒന്നും നടക്കുന്നില്ല. ഒരു വാഗ്ദാനവും ആരും ചെയ്യുന്നില്ല. അതെല്ലാം കണ്ട് മടുത്തിരിക്കുന്നു. ജനങ്ങൾക്കൊരു മാറ്റം വേണമെന്ന് ഒരു ഭയങ്കര ക്ലിയർ ആയിട്ട് ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. എവിടെ പോയാലും, അത് തീരദേശത്ത് പോയാലും കഴക്കൂട്ടത്തിൽ ടെക്നോ പാർക്കിൽ പോയാലും എല്ലാവർക്കും ഒരു പുത്തൻ തിരുവനന്തപുരം വേണം. ഒരു വികസനം, പുരോഗതി, തൊഴിൽ, ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു തിരുവനന്തപുരം വേണമെന്ന് എല്ലാവർക്കും നന്നായി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന് വേണ്ടി. ബാക്കി ദിവസങ്ങൾ എത്തരത്തിലുള്ള പ്രചരണമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്? ലാസ്റ്റ് ഡേ വരെ ഞങ്ങൾ പ്രചരണം ചെയ്യും. അത് ചെയ്യണം, അത് ഞങ്ങളുടെ കർത്തവ്യമാണ്, ഞങ്ങളുടെ ഒരു ഡ്യൂട്ടിയാണ്. അത് ചെയ്യും. എത്രയോ ആൾക്കാർ മീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അവരെല്ലാം മീറ്റ് ചെയ്ത് അവർക്ക് ഈ ഞങ്ങളൊരു നരേന്ദ്രമോദിജി ചെയ്ത പണിയും നരേന്ദ്രമോദിജി ചെയ്യാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ പണിയും അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ, വികസിത ഭാരതം, വികസിത തിരുവനന്തപുരത്തിൻ്റെ ഒരു വിഷൻ എല്ലാവരും മുമ്പ് ഞങ്ങൾ വെക്കും. വരും ദിവസങ്ങൾ ഏതൊക്കെ കേന്ദ്ര നേതാക്കളെ പ്രതീക്ഷിക്കാം? വരും. അത് എനിക്ക് എൻ്റെ അടുത്ത് ലിസ്റ്റില്ല. പ്രൈം മിനിസ്റ്റർ വരും, ഹോം മിനിസ്റ്റർ വരും, ഫൈനാൻസ് മിനിസ്റ്റർ വരും. അങ്ങനെ ഞങ്ങളുടെ ലീഡേഴ്സ് എല്ലാം വരും, ഇവിടെ പ്രചരണം ചെയ്യും. വളരെ വലിയ വിജയപ്രതീക്ഷയാണ് NDAക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉള്ളത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ മണ്ഡലത്തിലെത്തി പ്രചരണത്തിന് നേതൃത്വം വഹിക്കുമെന്നൊരു കാര്യമാണ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്. അങ്ങനെ തന്റെ കാഴ്ചപ്പാടുകൾ, നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടുകൾക്കൊപ്പം പങ്കുവെക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് ചില പെരുന്നാളുകളും ആചാരങ്ങളും ഒക്കെ വന്നത്. പള്ളികൾ കേന്ദ്രീകരിച്ചും അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചും അതുപോലെ മോസ്കുകൾ കേന്ദ്രീകരിച്ചുമൊക്കെ സ്ഥാനാർത്ഥികൾ കയറി ഇറങ്ങി വോട്ട് ചോദിക്കുന്നു. അവിടെ കാട്ടിക്കൂട്ടുന്ന ചില വിക്രിയകളും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ അതൊക്കെ വളരെ രസകരമായി ഓടുന്നുമുണ്ട്. എന്തായാലും ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഈദ്ഗാഹുകൾ കേന്ദ്രീകരിച്ചായിരുന്നു സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ LDF UDF സ്ഥാനാർത്ഥികൾ കോഴിക്കോട് കടപ്പുറത്ത് നടന്ന സംയുക്ത ഈദ്ഗാഹ് സന്ദർശിക്കുകയും ആശംസകൾ കൈമാറുകയും ചെയ്തു. വോട്ട് അഭ്യർത്ഥിക്കാനായി ഇത്രയധികം വിശ്വാസികളെ ഒന്നിച്ചു കിട്ടിയ അവസരം കൂടിയായിരുന്നു സ്ഥാനാർത്ഥികൾക്ക്. ചെറിയ പെരുന്നാൾ ദിനത്തിൽ രാവിലെ വിശ്വാസികൾ കോഴിക്കോട് കടപ്പുറത്തേക്ക് എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഈദ് നമസ്കാര വേദിയിൽ ആദ്യം എത്തിയത് UDF സ്ഥാനാർത്ഥി MK രാഘവനായിരുന്നു. ആദ്യമായി എല്ലാവർക്കും ഈദാശംസകൾ നേരുകയാണ്. പിന്നീട് LDF സ്ഥാനാർത്ഥി എളമരം കരീം കൂടി എത്തിയതോടെ കളം നിറഞ്ഞു. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. പെരുന്നാൾ ദിവസവും വിവാദ സിനിമ കേരള സ്റ്റോറിയുടെ പ്രദർശനത്തെ ഇരുവരും ശക്തമായ ഭാഷയിൽ പ്രതിരോധിച്ചു. വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ നടന്നു വരികയാണ്. അതൊരു കേരളത്തിൽ അനുവദിക്കാൻ കഴിയാവുന്ന ഒന്നല്ല. കേരളത്തിൻ്റെ ഒരു നമ്മുടെ മഹിതമായ പാരമ്പര്യമുണ്ട്, ഒരു മതേതര പാരമ്പര്യമാണ്, സംസ്കാരമാണ്. അപ്പോൾ അത് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സന്ദർഭത്തിൽ വിഭാഗീയതയുടെ ഒരു ആഴം വർദ്ധിപ്പിക്കാൻ നടത്തുന്ന ശ്രമം ബോധപൂർവമായ ശ്രമമാണ്. അതുകൊണ്ട് ആ ശ്രമം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എല്ലാവരും ഒരുമിച്ച് പോകണം. സമാധാനപരമായ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടാകണം. എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കണം. ഏത് ജാതിയാണെങ്കിലും മതമാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയാവുന്ന ഒരു സംരക്ഷണം ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. കേരള സ്റ്റോറി കേരളത്തിൻ്റെ എല്ലാ ചരിത്രത്തെയും പുച്ഛിക്കുന്നതും വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതാണ്. അത് നമ്മുടെ മതസൗഹാർദ്ദത്തിനും പരസ്പര ബന്ധങ്ങൾക്കും വിഘാതമുണ്ടാക്കുന്നതാണ്. RSS ആണ് ഇതിൻ്റെ പിന്നിൽ. ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ കേരളത്തിൽ അവർ പ്രദർശനത്തിന് മുന്നോട്ട് വയ്ക്കാൻ ഇതൊന്നും കേരള ജനത അംഗീകരിക്കില്ല. വലിയ വിഭാഗം വിശ്വാസികൾ ഈദ് നമസ്കാരത്തിനായി കോഴിക്കോട് കടപ്പുറത്തേക്ക് എത്തിയിരുന്നു. ശേഷം വോട്ടഭ്യർത്ഥിച്ചും ഫോട്ടോ എടുത്തുമൊക്കെയാണ് സ്ഥാനാർത്ഥികൾ കടപ്പുറത്ത് നിന്ന് മടങ്ങിയത്.
അതേസമയം വടകര ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ തലശ്ശേരി സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. അങ്കത്തട്ടിലേക്ക് തിരികെ എത്താം. ചെറിയൊരു ഇടവേള എടുക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നാട് പറയട്ടെ. രുചി വൈവിധ്യങ്ങളുടെയും വിശ്വാസത്തിന്റെയും ആസ്ഥാനമാണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റിച്ചിറ. രുചികൾക്കപ്പുറത്തേക്ക് ഇവിടെയുള്ളവർക്കെല്ലാം കൃത്യമായ രാഷ്ട്രീയവും സംസാരിക്കാനുണ്ട്. കുറ്റിച്ചിറ നിവാസികൾ കേരള വിഷൻ ന്യൂസിനോട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. കോഴിക്കോട് നിന്ന് മേഘന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട്. ചെറിയ പെരുന്നാൾ ദിനത്തിൽ കേരള വിഷൻ ന്യൂസ് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി പൈതൃകം പേറുന്ന കുറ്റിച്ചിറയിലാണ്. കുറ്റിച്ചിറ നിവാസികളുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു നോക്കാം. ഈ കുറ്റിച്ചിറ എന്ന് പറയുന്നത് കുറേ അധികം പൈതൃക സമ്പത്തുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ നോക്കിയായിരിക്കും വോട്ട് ചെയ്യുക? എങ്ങനെയായിരിക്കും ഒരു തെരഞ്ഞെടുപ്പ് കാഴ്ചപ്പാട്? രാഷ്ട്രീയപരമായിട്ട് ഇവിടെ ചെയ്യുള്ളൂ. കേരളത്തിൽ തന്നെ എവിടെയും കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യേകത ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് ഒരു തല്ലോ ഒരു കൊലപാതകമോ ഒരു അസ്വസ്ഥ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. എല്ലാവരും ഒന്നുകിൽ ബന്ധക്കാരല്ലെങ്കിൽ അറിയുന്നവരായിരിക്കും. ആ ഇലക്ഷൻ്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറച്ച് ദൂരം ഒരു കശപിശ ഉണ്ടാവില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ തീർന്നു. പക്ഷേ രാഷ്ട്രീയം ഒരു 75% ആൾക്കാർക്ക് സജീവ രാഷ്ട്രീയം ഉണ്ടാവും. പാർട്ടിൻ്റെ ചിഹ്നം പാർട്ടി എന്താണോ ആഹ്വാനം ചെയ്യുന്നത് അതിന് വോട്ട് ചെയ്യും. അതെ, UDF ആരാപടം നിർത്തുന്നത് കോൺഗ്രസിൻ്റെ ആണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ആണെങ്കിൽ മറ്റേതാണെങ്കിലൊക്കെ UDF നോക്കിയിട്ടേ ചെയ്യും. നിലവിലുള്ളതിൽ വളരെ മോശം ഭരണമാണ് ഇപ്പോൾ കാഴ്ച ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒന്നും കൂടി ഒന്നും കൂടി ഓല് തന്നെ ജയിക്കുമെന്നുള്ള അഭിപ്രായം നമ്മളുടെ. കാരണം എന്നാലേ ഒന്നും കൂടി പഠിക്കുകയുള്ളൂ. കാഴ്ചപ്പാട് മതേതര മുന്നണി ശക്തിപ്പെടുത്തണം. അതിന് ശക്തി ഉണ്ടാകണമെങ്കിൽ ഇടതുപക്ഷം തന്നെ വരണം. ഈ UDFൻ്റെ ഈ ഇരട്ടക്കാല് കളിയൊന്നും വർഗീയതയെ തടക്കാനൊന്നും കഴിയില്ല എന്നുള്ള തെളിവുകൾ നമ്മൾ മുന്നിൽ നിരവധിയുണ്ട്. മേഘന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. കോഴിക്കോട്ട് നിന്ന് ഇനി വോട്ട് പഞ്ച്. ഗണേഷ് കുമാറാണ് അവതരിക്കുന്നത്. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നോമ്പുതുറയിൽ പങ്കെടുത്തതിനെ പരിഹസിക്കുകയാണ് അദ്ദേഹം. ചവറയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിലായിരുന്നു ഗണേഷിന്റെ പരാമർശം. നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി. ഇന്നലെ എൻ്റെ പേടി അതല്ലായിരുന്നു. സുരേഷ് ഗോപി കയറി നിസ്കരിച്ച് കളയുമെന്ന് പേടിച്ചു. നാളെ കള്ളത്തരം. ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ? യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? യൂത്ത് കോൺഗ്രസ്സുകാർ കോളേജ് ഇലക്ഷനിൽ നടക്കുന്ന പേലയുണ്ട്. കാലിത്തൊട്ട് വീഴുക, ആമെന്ന് വീഴുക. അതല്ലേ നടക്കുന്ന. ഒരാൾ ജീവിതത്തിൽ നോമ്പ് കഞ്ഞിയാണെങ്കിൽ ഒരു പാത്രം കൂടെ ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തില്ലയോ? നമ്മളൊക്കെ ചോദിക്കുമ്പോൾ 5ഉം 6ഉം പാത്രമാണ് കുടിക്കുന്നത്. ഇത് പകലും കൂടെ ഒന്ന് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് ഈ നോമ്പ് കഞ്ഞി കണ്ടപ്പം ജീവിതത്തിൽ കഞ്ഞി കാണാൻ തണക്ക് തള്ളവരലിൽ നാക്കി വയ്ക്കുക. ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം. സ്വർണ്ണ കിരീടമായിട്ട് പോവുകയാണ്. ഇവിടുന്ന് തിരുവനന്തപുരത്താണ് പോകുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിൻ്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട്. അത് കഴിഞ്ഞാൽ കൊല്ലത്തുകാരനല്ലയോ എന്ന് വിചാരിച്ചു നോക്കിയാൽ വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത്. ഏറ്റവും ഈ പ്രദേശത്ത് എല്ലാവരും പോകുന്ന വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത്. ആലപ്പുഴയ്ക്ക് എന്നാൽ പിന്നെ മാതാവിൻ്റെ പള്ളി ഇവിടെ അതിരിങ്കൽ പള്ളി, അവിടെയും കയറിയില്ല. ഇടപ്പള്ളിയിൽ മാതാവിൻ്റെ പള്ളി, അരൂരിൽ മാതാവിൻ്റെ പള്ളി. ഇതെല്ലാം താണ്ടി തൃശ്ശൂരിലെ മാതാവിൻ്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഉരുക്കി. ഇതുകൊണ്ട് പോടാ, എടുത്തോണ്ട് പോടാന്നാണ് പറഞ്ഞത്. ഗണേഷ് കുമാർ പിന്നെ എന്തും വളരെ രസത്തോടെ അവതരിപ്പിക്കാൻ മിടുക്കനാണ്. എന്തായാലും ഈ കാഴ്ചയോടെ ഇന്നത്തെ അങ്കത്തട്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം.